ഒക്കെ ഇതുപോലെ തൊലി കറുത്താൽ കഴിക്കാൻ എല്ലാവർക്കും വലിയ പാടാണ്. എന്നാൽ പിന്നെ കല്യാണിക്ക് കുറച്ച് വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വന്നപ്പോഴേ അവൾക്ക് വിശക്കുന്നെന്ന് പറയുന്നുണ്ടായിരുന്നേ. ഗോതമ്പ് മാവാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ മൈദ അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ടും ഗോതമ്പ് മാവിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി കുറച്ച് ഉപ്പ്, പഞ്ചസാര ഇതെല്ലാം കൂടെ മാവിലിട്ട് കലക്കി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് അരിപ്പൊടി കൂടെ ഇടണമായിരുന്നു. അത് ഞാൻ മറന്നുപോയി. എൻ്റെ ഹെൽപ്പർ കുട്ടി എന്നെ സഹായിക്കാൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും നമ്മുടെ പഴംപൊരിയുടെ എണ്ണവും. ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. കല്യാണിക്ക് എടുത്ത് കഴിക്കാനും ഈ ചെറുതാണ് ഇഷ്ടം. വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോഴേ ഓടിക്കളയും. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ തലങ്ങനെയും വിലങ്ങനെയൊക്കെ മുറിച്ച് വാരി അതിന് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അരിഞ്ഞു വന്നപ്പോഴേക്കും ഇത്രയുണ്ട്. ഇതിനി പാരി കഴിച്ചു തീർക്കും. എന്തേലും ആവട്ടെ. ഫ്ലെയിം ഓണാക്കി ഒരു പാന് വെച്ചു. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവിലേക്ക് ഇത് മുക്കുന്നു, എടുത്തിടുന്നു. അറിയാലോ, ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് എടുത്തിട്ട് കൊടുത്ത് നമ്മുടെ പാന് കംപ്ലീറ്റ് ആയിട്ടും നമ്മളിത് വാരി നിറച്ചു കൊടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പണി തീരുമല്ലോ. ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അത്രയും നല്ലത്. പക്ഷേ എനിക്ക് പറ്റിയില്ലായിരുന്നു, 2 തവണ വേണ്ടി വന്നു. അങ്ങനെയെല്ലാം വാരി ഇട്ട് കൊടുത്തു. അതവിടെ കിടന്ന് തിളച്ചു മറിയുമ്പോഴേക്കും നമ്മൾ മാറി നിന്ന് അതങ്ങനെ കണ്ട് ആസ്വദിക്കണം. അതൊരു പരുവാകുമ്പോഴേക്കും ഇതുപോലെ ഒരു ചട്ടുകം എടുത്തിട്ട് മൊത്തത്തിൽ തിരിച്ചിടാൻ പറ്റിയ അത്രയും നല്ലത്. വാവ്, എൻ്റെത് അടിപൊളിയായിട്ട് തിരിച്ചിട്ടു കേട്ടോ. എല്ലാം പരസ്പരം കണക്റ്റായി കിടന്നത് കൊണ്ട് ഒന്നും വിട്ടുപോവാതെ എനിക്ക് ഒരുമിച്ച് തിരിച്ചിടാൻ പറ്റി. എന്തായാലും സംഭവം കിടിലമായി. നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കാരണം എണ്ണ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ പേപ്പറൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ഞാനതൊരു പാത്രത്തിലോട്ട് മാറ്റി. പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി ആവും. അതാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇനി ചൂടോട് തന്നെ ഞങ്ങൾ എല്ലാവരും ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.